അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പിനെ കുറിച്ചാണ്. സിമ്പിൾ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. ആകെ 8 സ്റ്റെപ്പുള്ളൂ. ആ 8 സ്റ്റെപ്പിൽ കൂടെ തന്നെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ടും ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അതും വെറും ഒരു 400 റുപ്പീസിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന പ്രൈസിന് മേടിക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ല പോലെ ക്ലീൻ ചെയ്ത് വെക്കാം. എല്ലാവർക്കും അറിയാം ഫേസ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്നും. അപ്പോൾ ആ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മേക്കപ്പിലേക്ക് വരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 2ലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഏതെങ്കിലും ഫൗണ്ടേഷനോ അല്ലെങ്കിൽ BB ക്രീമോ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കൂടുതൽ പ്രിഫറൻസ് ഞാൻ തരുന്നത് BB ക്രീമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള BB ക്രീം എന്ന് പറയുന്നത് പോൺസിൻ്റെ BB ക്രീമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു BB ക്രീം എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കവറേജ് തരുന്നുണ്ട്. പിന്നെ അത് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഗ്ലോയും തരുന്നുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ വിറ്റമിൻ C എൻറിച്ച്ഡ് ക്രീമാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ SPF 30 PA++ കൂടി ഉണ്ട് ഇതിൽ. പിന്നെ ഒരു ഡ്യൂയി ഫിനിഷും കൂടിയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഐവറി ഷെയ്ഡും പിന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ 18 ഗ്രാമിന് 165ഉം 9 ഗ്രാമിന് 84ഉം ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 18 ഗ്രാമിൻ്റെയാണ്. അതിൻ്റെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പോൺസിൻ്റെയാണ് ഈ BB ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫൗണ്ടേഷൻ മതി എന്നുള്ളവർക്കാണെങ്കിൽ 2 ഫൗണ്ടേഷൻ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഹാൻഡിൻ്റെ ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷനാണ്. ഇതൊരു കുഴപ്പമില്ലാത്ത ഓക്കെ പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. ഷീർ ഫിനിഷ് ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വാനില ആണ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡാസ്ലറിൻ്റെ ആണ്. ഇത് മിക്കവരും ഉപയോഗിച്ചിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ഫൗണ്ടേഷൻ തന്നെയാണ് ഡാസ്ലറിൻ്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ 5 ml 60 റുപ്പീസാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹണി R31 ആണ്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കി മേടിക്കാനായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ആണ്. അത് ബ്ലെൻഡറിൻ്റെ ആണ് പറയുന്നത്, ബ്യൂട്ടി ബ്ലെൻഡറിനെ കുറിച്ച്. അതായത് ഫൗണ്ടേഷൻ ആയാലും BB ക്രീം ആയാലും നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ്, കോമ്പാക്ട് പൗഡർ. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ BB ക്രീമിന് ശേഷമായാലും ഫൗണ്ടേഷന് ശേഷമായാലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ ഹാൻഡ് ഇൻസ്റ്റൻറ്റ് ഗ്ലോ മാറ്റ് കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇത് വാനിലയാണ്. അതേപോലെ ഫെയർ ടൈപ്പിനാണ് ഇത് മാച്ച് ആയിട്ടുള്ളത്, ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിന് പറ്റിയ കോമ്പാക്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ കോമ്പാക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 65 ആണ്. ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡറും നല്ലതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 ആണ്. സ്റ്റെപ്പ് 5ൽ പറയുന്നത് ഐബ്രോ പെൻസിലിനെ കുറിച്ചാണ്. ഐബ്രോ പെൻസിലും നമുക്ക് ഓപ്ഷണൽ തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പുരികില്ലാത്തവർക്കും കുറച്ച് പുരികുള്ളവർക്കും നമുക്ക് ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിന് 50 റുപ്പീസാണുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ അവൈലബിൾ ആണ്, ഈ 2 കളറും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 6 ആണ്. ഐലൈനറിനെ കുറിച്ചാണ്. ഇത് ഭയങ്കര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഐലൈനറാണ്. അതേപോലെ വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വാട്ടർ പ്രൂഫാണ്, അത്യാവശ്യം വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 99 ആണ്. പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഞാൻ വേറെ ഉപയോഗിക്കുന്ന ഇൻസൈറ്റിൻ്റെയാണ്. അത് അടിപൊളി ഒരു വാട്ടർ പ്രൂഫാണ്. അത് വില വരുന്നത് 115 ആണ്. പക്ഷേ എനിക്ക് 100 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അത് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ഷെയ്ഡായാലും മേടിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 7നെ കുറിച്ചാണ്. അപ്പോൾ 7 എന്ന് പറയുന്നത് കാജൽ ഉപയോഗിക്കാനുള്ളവർക്കാണ്. അപ്പോൾ കാജൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാജൽ എന്ന് പറയുന്നത് ഹിമാലയയുടെ കാജലാണ്. ഇത് വാട്ടർ പ്രൂഫ് ഒന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ ഇത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഐലൈനർ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള 100 മുകളിലാണ് കാജൽ വരുന്നത്. അത് ലാക്മിയുടേത് 180 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഹിമാലയയുടേത് ഇത് വില വരുന്നത് 50 റുപ്പീസാണ്.
പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 8 ആണ്. സ്റ്റെപ്പ് 8 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ലിപ്സ്റ്റിക്കും ലിപ്പ് ലൈനറിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ലിപ്പ് ലൈനർ മേടിക്കാം. വില കുറവാണ്, ഒരു 65 റുപ്പീസിനൊക്കെ ഇടയിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആയിരിക്കും. വില കുറവിൻ്റെ ലിപ്സ്റ്റിക്ക് മേടിക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. ഇപ്പോൾ ഞാനൊരു ഷോപ്പിൽ നിന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണ് കാണിച്ചത്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച്. 115 രൂപയുടെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ വേണ്ടവർക്ക് ഇതായാലും മേടിക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾ കാണിച്ച പ്രൊഡക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.